നമസ്കാരം. ലൈവ് അറ്റ് 6ലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. ആരെ രക്ഷിക്കാനായിരുന്നു ആ നാടകം? ഷൈൻ ടോം ചാക്കോ ഉൾപ്പെട്ട ലഹരി കേസിൽ പോലീസിന്റെ വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞു കോടതി. പ്രതികൾ ലഹരി ഉപയോഗിച്ചോ എന്ന് പോലും പരിശോധിച്ചില്ല. കൊക്കൈന്റെ ഘടകങ്ങൾ വേർതിരിച്ച് പരിശോധിച്ചില്ലെന്നും വിചാരണ കോടതി. മുംബൈ ഭീകരാക്രമണത്തിൽ നിർണായക നീക്കത്തിന് NIA. തഹാവൂർ റാണയെ കൊച്ചിയിലെത്തിച്ച് തെളിവെടുത്തേക്കും. റാണയെ കണ്ടവരുടെ വിവരങ്ങൾ തേടി അന്വേഷണ ഏജൻസി. ആക്രമണത്തിന്റെ ഗൂഢാലോചന നടന്നത് ദുബായിലെന്നും കണ്ടെത്തൽ. വിഷു പുലരിയെ വരവേൽക്കാനൊരുങ്ങി മലയാളികൾ. വിപണികൾ സജീവം. കണിക്കൊന്നയല്ലേ വിഷുക്കാലമല്ലേ, പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ. വിശുദ്ധ വാരത്തിന് തുടക്കം. ഡൽഹിയിൽ പ്രദക്ഷിണത്തിന് അനുമതി നിഷേധിച്ചത് വിവാദത്തിൽ. സുരക്ഷാ പ്രശ്നമെന്ന് ജോർജ് കുര്യൻ. വഖഫ് നിയമത്തിനെതിരായ പ്രതിഷേധം ത്രിപുരയിലും. സംഘർഷത്തിൽ 10 പോലീസുകാർക്ക് പരിക്ക്. അതീവ ജാഗ്രതയിൽ ബംഗാളിലെ മുർഷിദാബാദ്. സംഘർഷത്തിൽ അറസ്റ്റിലായവരുടെ എണ്ണം 200 കടന്നു. സാഹചര്യങ്ങൾ വിലയിരുത്തി കേന്ദ്ര ആഭ്യന്തര വകുപ്പ്. യുക്രൈനിൽ റഷ്യയുടെ ബാലിസ്റ്റിക് ആക്രമണം. 21 മരണം, 34 പേർക്ക് പരിക്ക്. ആക്രമണം സാധാരണക്കാർക്ക് നേരെ. കീവിലെ ഇന്ത്യൻ കമ്പനി ഗോഡൌണിന് നേരെയും ആക്രമണമുണ്ടായെന്ന് യുക്രൈൻ. IPLൽ ബാംഗ്ലൂരിന് 174 റൺസ് വിജയലക്ഷ്യം. വിജയ വഴി തേടി മുംബൈ. എതിരാളികൾ ഡൽഹി. മത്സരം 7:30 മുതൽ ഡൽഹിയിൽ. വാർത്തയിലേക്ക് വിശദമായി. ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധി നിശ്ചയിച്ച വിധിക്കെതിരെ പുനഃപരിശോധനാ ഹർജി നൽകാൻ കേന്ദ്ര സർക്കാർ. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇതിനായി നടപടി തുടങ്ങി. ബിൽ ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞ് ഗവർണർ മാറ്റിവെച്ചാൽ രാഷ്ട്രപതിക്ക് സുപ്രീംകോടതിയുടെ അഭിപ്രായം തേടാമെന്ന് തമിഴ്നാട് കേസിലെ ഉത്തരവിൽ വ്യക്തമാക്കുന്നു. നിയമസഭ പാസാക്കിയ ബില്ലിൽ തീരുമാനമെടുക്കാതെ പിടിച്ചുവെക്കുന്നത് നിയമവിരുദ്ധമെന്നുത്തരവിട്ട വിധിയിലാണ് സുപ്രീംകോടതി സമയപരിധി നിശ്ചയിച്ചത്. രാഷ്ട്രപതിക്കും വീറ്റോ അധികാരമില്ലെന്നും ബില്ലുകൾ അംഗീകാരത്തിനായി ലഭിക്കുമ്പോൾ 3 മാസത്തിനകം തീരുമാനമെടുക്കണമെന്നുമായിരുന്നു കോടതി വിധി. ഇതിനെതിരെയാണ് കേന്ദ്ര സർക്കാർ പുനഃപരിശോധനാ ഹർജി നൽകുക. രാഷ്ട്രപതിമാർക്കും ഗവർണർമാർക്കും സമയപരിധി നിശ്ചയിച്ചത് പുനഃപരിശോധിക്കണമെന്നും വാദങ്ങൾ പരിഗണിക്കപ്പെട്ടിട്ടില്ലെന്നുമാണ് കേന്ദ്രത്തിന്റെ വാദം. തമിഴ്നാട് കേസിൽ വിധി പുറപ്പെടുവിച്ച ജസ്റ്റിസ് JB പർദിവാല, R മഹാദേവൻ എന്നിവരടങ്ങിയ ബെഞ്ച് തന്നെയാണ് പുനഃപരിശോധനാ ഹർജിയും പരിഗണിക്കുക. സമയപരിധി ഭരണഘടനയിൽ പറയുന്നില്ലെന്നിരിക്കെ ഭേദഗതി കൊണ്ടുവരാൻ കോടതിക്ക് അധികാരമില്ലെന്ന് കേരള ഗവർണർ രാജേന്ദ്ര അർലേക്കർ അഭിപ്രായപ്പെട്ടിരുന്നു. അതിനിടെ തമിഴ്നാട് കേസിലെ ഉത്തരവിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവന്നു. ബിൽ ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞ് ഗവർണർ മാറ്റിവെക്കുകയാണെങ്കിൽ രാഷ്ട്രപതിക്ക് സുപ്രീംകോടതിയുടെ അഭിപ്രായം തേടാം. ഇക്കാര്യം ഭരണഘടനയുടെ 143-ാം അനുച്ഛേദത്തിൽ പറയുന്നുണ്ടെന്നും കോടതി ഉത്തരവിൽ പറയുന്നു. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. നടൻ ഷൈൻ ടോം ചാക്കോ കുറ്റവിമുക്തനാക്കപ്പെട്ട കൊക്കൈൻ കേസിൽ പോലീസ് അന്വേഷണത്തിലെ പിഴവുകൾ എണ്ണിപ്പറഞ്ഞ് വിചാരണ കോടതി. അന്വേഷണം നടപടിക്രമങ്ങൾ പാലിച്ച് പൂർത്തിയാക്കുന്നതിൽ പോലീസിന് വീഴ്ച പറ്റിയെന്നും ഷൈൻ ടോം ചാക്കോ ഉൾപ്പെടെയുള്ള പ്രതികൾ കൊക്കൈൻ ഉപയോഗിച്ചോ എന്ന് പരിശോധിച്ചില്ലെന്നും ഉത്തരവിലുണ്ട്. വിധി പറഞ്ഞ് 2 മാസങ്ങൾക്ക് ശേഷമാണ് വിധിപ്പകർപ്പ് പുറത്തുവരുന്നത്. ഫെബ്രുവരി 11-നായിരുന്നു ഷൈൻ ടോം ചാക്കോ ഉൾപ്പെടെയുള്ള 5 പ്രതികളെ എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി കുറ്റവിമുക്തരാക്കിയത്. ഉത്തരവ് വന്ന് 2 മാസങ്ങൾക്ക് ശേഷം കോടതി വിധിപ്പകർപ്പ് പുറത്തുവരുമ്പോൾ പോലീസ് പ്രതിക്കൂട്ടിലാകുകയാണ്. പ്രതികൾ കൊക്കൈൻ ഉപയോഗിച്ചു എന്ന് പോലീസ് പരിശോധിച്ചില്ല. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന എന്ന പ്രോസിക്യൂഷൻ വാദം പോലീസ് പട്രോളിംഗ് സംഘം കോടതിയിൽ തള്ളിപ്പറഞ്ഞു. ഷൈൻ ടോം ചാക്കോ ഉണ്ടായിരുന്ന ഫ്ളാറ്റ് തുറന്നതാരാണെന്നും ആദ്യം അകത്തേക്ക് കടന്നതാരാണെന്നും പോലീസ് ഉദ്യോഗസ്ഥന് ഓർമ്മയുണ്ടായിരുന്നില്ലെന്നും വിധിപ്പകർപ്പിലുണ്ട്. കേസിൽ പിടിയിലായ യുവതികളെ പരിശോധിച്ചത് വനിതാ പോലീസല്ല. 1-ാം പ്രതി രേഷ്മയുടെ പോക്കറ്റിൽ നിന്നും കൊക്കൈൻ കണ്ടെത്തിയിട്ടില്ലെന്നാണ് വനിതാ പോലീസ് ഉദ്യോഗസ്ഥ വിചാരണഘട്ടത്തിൽ പറഞ്ഞത്. പിടിച്ചെടുത്ത കൊക്കൈന്റെ ഘടകങ്ങൾ വേർതിരിച്ച് പരിശോധിക്കുകയോ പോലീസ് കണ്ടെത്തിയ വസ്തുക്കൾ സെർച്ച് മെമ്മോയിൽ രേഖപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല. കൊക്കൈൻ ഹൈഡ്രോക്ലോറൈഡാണ് പിടിച്ചെടുത്തത്. എന്നാൽ ഫോറൻസിക് ലാബിൽ ക്ലോറൈഡ് ഉൾപ്പെടെയുള്ള ഘടകങ്ങൾ കൃത്യമായി വേർതിരിച്ച് പരിശോധന നടത്തിയിട്ടില്ലെന്നും കോടതി ഉത്തരവിൽ പറയുന്നു.
2015 ഫ്ളാറ്റിൽ നിന്നും കൊക്കൈൻ പിടിച്ചെടുത്തതിൽ നടൻ ഷൈൻ ടോം ചാക്കോ ഉൾപ്പെടെയുള്ളവരെ പ്രതികളാക്കി കടവന്ത്ര പോലീസ് കേസെടുത്തത്. ന്യൂസ് 18 കൊച്ചി. മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ തഹാവൂർ റാണ കൊച്ചിയിലെത്തിയപ്പോൾ താമസിച്ച താജ് റെസിഡൻസിയിൽ റിക്രൂട്ട്മെന്റിന് മുന്നോടിയായി ഇന്റർവ്യൂ നടന്നതായി കണ്ടെത്തൽ. റാണ താജിൽ താമസിച്ചിരുന്ന 2008 നവംബർ 16-17 തീയതികളിൽ ഹോട്ടലിലെത്തിയവരുടെ വിവരങ്ങൾ NIA ശേഖരിക്കുന്നു. തഹാവൂർ റാണയെ കൊച്ചിയിൽ എത്തിച്ച് തെളിവെടുപ്പും നടത്തിയേക്കും. മുംബൈ ഭീകരാക്രമണത്തിന് 10 ദിവസം മുൻപ് തഹാവൂർ റാണ കൊച്ചിയിലുണ്ടായിരുന്നതായി NIA കണ്ടെത്തിയിരുന്നു. റാണ താമസിച്ചിരുന്ന കൊച്ചി താജ് റെസിഡൻസിയിൽ ഭീകരപ്രവർത്തനത്തിന് യുവാക്കളെ റിക്രൂട്ട് ചെയ്യുന്നതിന് മുന്നോടിയായുള്ള ഇന്റർവ്യൂ നടന്നതായാണ് പുതിയ കണ്ടെത്തൽ. 2008 നവംബർ 16-17 തീയതികളിൽ ഹോട്ടലിലെത്തിയവരുടെ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ്. തഹാവൂർ റാണയുടെ ഫോർട്ട് കൊച്ചി സന്ദർശനവും സഹായം നൽകിയവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം കേരളത്തിൽ നിന്നുള്ള NIA സംഘം ആരംഭിച്ചു. തഹാവൂർ റാണയ്ക്ക് കൊച്ചിയിൽ സഹായം നൽകിയ വ്യക്തി വിദേശത്തേക്ക് കടന്നതായാണ് പ്രാഥമിക നിഗമനം. NIA അന്വേഷണ സംഘത്തിൽ കൊച്ചിയിൽ നിന്നുള്ള 8 ഉദ്യോഗസ്ഥരെ കൂടി ഉൾപ്പെടുത്തി. റാണയെ വരും ദിവസങ്ങളിൽ കൊച്ചിയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയേക്കും. ചോദ്യം ചെയ്യലിൽ പല കാര്യങ്ങളോടും വ്യക്തമായ മറുപടി റാണ നൽകുന്നില്ല. ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുമായി ബന്ധപ്പെട്ട വിവരങ്ങളും റാണയോട് അന്വേഷണ സംഘം ചോദിച്ചറിയുന്നുണ്ട്. ന്യൂസ് 18 കൊച്ചി. നാളെ വിഷുവിന് ഉള്ള ഒരുക്കങ്ങളുടെ അവസാന വട്ടത്തിലാണ് നാടും നഗരവും. കണിയൊരുക്കാനും വിഷു സദ്യയ്ക്ക് വിഭവങ്ങൾ വാങ്ങാനും കടകളിൽ വലിയ തിരക്കാണിപ്പോൾ അനുഭവപ്പെടുന്നത്. ഗുരുവായൂർ, ശബരിമലയടക്കം പ്രധാന ക്ഷേത്രങ്ങളിൽ വിഷുക്കണി ദർശനത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിരിക്കുന്നു. പടക്ക വിപണിയും സജീവമാണ്. വിഷു പടക്ക വിപണിയിൽ പുതിയ ഇനങ്ങളാണ് ഇത്തവണത്തെ ട്രെൻഡ്. ഐസ്ക്രീം, പൂക്കുറ്റിയും ലോലിപോപ്പ് ഗണ്ണും തുടങ്ങി ആഘോഷം വർണ്ണാഭമാക്കുന്ന ഇനങ്ങൾ ഒട്ടനവധിയാണ് ഇത്തവണ. പെരിന്തൽമണ്ണയിൽ നിന്നും CV അനുമോദിന്റെ റിപ്പോർട്ട് കാണാം. വിഷുവിന്റെ പടക്ക കച്ചവടം ചൂട് പിടിച്ചിരിക്കുകയാണ്. ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് വിഷു ആഘോഷത്തിന് ബാക്കിയുള്ളത്. നമ്മളിപ്പോൾ ഉള്ളത് പെരിന്തൽമണ്ണയിലാണ്. വിഷു വിപണിയിൽ ഏറ്റവും അധികം വിറ്റഴിയുന്ന പടക്കങ്ങളും പൂത്തിരികളും അതേപോലെ തന്നെ മറ്റ് വർണ്ണാഭമായ ഇനങ്ങളൊക്കെ നിറഞ്ഞിരിക്കുന്നുണ്ട്. ഇപ്രാവശ്യം കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട്. പിന്നെ ക്രാക്കലിംഗ് ഗണ്ണ്, പിന്നെ പിന്നെ ലോലിപോപ്പ്, പിന്നെ ലഡു എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. ലഡു ക്രാക്കലിംഗ് ലഡു. ഇത് ക്രാക്കലിംഗ് ആയിട്ടുള്ള ഫ്ലവർ പോട്ടാണ്. സാധാരണ പോലെ ഈ കമ്പിത്തിരി, പിന്നെ മേശപ്പൂവ്, ചക്രം, അത് വിട്ടിട്ടൊരു കളി ഇല്ല. അതാണ് മെയിൻ ആയിട്ട് പോകണം. പിന്നെ അതിന്റെ കൂട്ടത്തിൽ ഫാൻസി ഐറ്റംസ്, പിന്നെ സ്കൈ ഷോട്ട് നന്നായിട്ട് പോകുന്നുണ്ട്. ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ ആകാശത്തേക്ക് അങ്ങനത്തെ സാധനങ്ങളുണ്ട്. ഇതാണല്ലേ ഇത് 15 ഷോട്ട് വിത്ത് മ്യൂസിക് മെലഡി. പാട്ട് കേൾക്കാം. പാടി എന്തോ ഒരു ചൂളം പിടിയോ ശബ്ദമുണ്ട്. ഒന്ന് സാമ്പിളായിട്ട് നമുക്ക് എന്തെങ്കിലും കാണിക്കാം. പുറത്ത് വെച്ച് കത്തിച്ച് നോക്കാം. എന്നാല് അപ്പൊ നമ്മൾ ഈ വെറൈറ്റി സാധനങ്ങൾ എന്തൊക്കെയാന്നുള്ളത് ആദ്യം ഒന്ന് കണ്ടു നോക്കാം. ഇത് പൊളിയാട്ടോ. ഇത് ഗണ്ണാണ് അല്ലേ? ഓ, ഇത് പൂക്കുറ്റിയുടെ പോലെ തന്നെയാണ്. പൂക്കുറ്റി. പടക്ക വിപണി അടക്കം എല്ലാം ഇതിനകം സജീവമായി കഴിഞ്ഞിട്ടുണ്ട്. അഖിലോട്ട് പാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. യേശുവിന്റെ പീഡാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും ഓർമ്മയിൽ ക്രൈസ്തവ ലോകം. പീഡാനുഭവാരത്തിന് തുടക്കമായി. ഓശാന ഞായർ ആചരണത്തോടെ വിശുദ്ധ വാരാചരണത്തിനും തുടക്കമായി. വിവിധ ദേവാലയങ്ങളിൽ ഓശാന ശുശ്രൂഷകളുടെ ഭാഗമായി കുരുത്തോല പ്രദക്ഷിണം നടന്നു. വിശുദ്ധ വാരാചരണത്തിന് പ്രാർത്ഥനാ നിർഭരമായ തുടക്കം. യേശുവിനെ ജനം രാജകീയ പദവികളോടെ ഒലീവ് ഇലകളേന്തി ജെറുസലേം നഗരത്തിലേക്ക് വരവേറ്റതിന്റെ ഓർമ്മയിലായിരുന്നു തിരുകർമ്മങ്ങൾ. എറണാകുളം ഇടപ്പള്ളി തോപ്പിൽ മേരി ക്വീൻ ദേവാലയത്തിൽ നടന്ന ഓശാന ചടങ്ങുകൾക്ക് സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ നേതൃത്വം നൽകി. തിരുവനന്തപുരം
തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിൽ നടന്ന ചടങ്ങുകൾക്ക് ബസേലിയോസ് മാർ ക്ലീമീസ് ബാവയും പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിൽ ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോയും ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. ഹൃദയങ്ങളിൽ രൂപാന്തരം സംഭവിക്കുന്നതാകട്ടെ വിശുദ്ധവാരമെന്ന് ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ പറഞ്ഞു. ഈ ജീവിതത്തിൽ നമ്മുടെ ഓരോരുത്തരെയും മുന്നിൽ ദൈവം കാണിച്ചു തരുന്ന പാത ഏതാണ്? ക്രിസ്തു നമുക്ക് കാണിച്ചു തരുന്ന വഴി ഏതാണ്? ഇതിനുള്ള ഉത്തരമാണ് ഈ വിശുദ്ധവാരത്തിലെ എല്ലാ ആഘോഷങ്ങളും തിരുക്കർമ്മങ്ങളും തിരുവചനങ്ങളും. ഇന്ന് നമുക്ക് ദൈവത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കാം. കോട്ടയം മണർകാട് സെന്റ് മേരീസ് പള്ളിയിൽ യാക്കോബായ സഭ ശ്രേഷ്ഠ കാതോലിക്ക ബസേലിയോസ് ജോസഫ് പ്രഥമൻ ബാവയാണ് ചടങ്ങുകൾ നയിച്ചത്. കോട്ടയം പുളിക്കൽ കവല സെന്റ് പീറ്റേഴ്സ് പള്ളിയിൽ ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ നേതൃത്വം വഹിച്ചു. വിവിധ ദേവാലയങ്ങളിൽ ഓശാന ശുശ്രൂഷകളുടെ ഭാഗമായി കുരുത്തോല വിതരണവും പ്രത്യേക തിരുക്കർമ്മങ്ങളും നടന്നു. വിശ്വാസി സമൂഹം നഗരവീഥികളിലും ദേവാലയങ്ങളിലും കുരുത്തോല പ്രദക്ഷിണം നടത്തി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ഡൽഹി സേക്രഡ് ഹാർട്ട് ദേവാലയത്തിൽ കുരുത്തോല പ്രദക്ഷിണത്തിന് അനുമതിയില്ല. സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഡൽഹി പോലീസ് അനുമതി നിഷേധിച്ചത്. സെന്റ് മേരീസ് പള്ളിയിൽ നിന്ന് സേക്രഡ് ഹാർട്ട് ദേവാലയത്തിലേക്കാണ് പ്രദക്ഷിണം നിശ്ചയിച്ചിരുന്നത്. പള്ളിക്കുള്ളിൽ പ്രദക്ഷിണം നടത്തുമെന്ന് അധികൃതർ അറിയിച്ചു. കുരുത്തോല പ്രദക്ഷിണത്തിന് അനുമതി നിഷേധിച്ച നടപടി പ്രതിഷേധാർഹമെന്നും ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തിന്റെ ലംഘനമാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചു. അതേസമയം സുരക്ഷാ കാരണങ്ങളാലാണ് ഡൽഹിയിൽ കുരുത്തോല പ്രദക്ഷിണത്തിന് അനുമതി നൽകാതിരുന്നതെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പ്രതികരിച്ചു. ഡൽഹിയിൽ കഴിഞ്ഞ 11-ാം തീയതി മുതൽ സുരക്ഷ കർശനമാണ്. ഹനുമാൻ ജയന്തി ഘോഷയാത്രയ്ക്കും അനുമതി നൽകിയില്ലെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഡൽഹിയിൽ സെക്യൂരിറ്റി വളരെ ടൈറ്റാണ് എന്നുള്ളത് കഴിഞ്ഞ 11-ാം തീയതി തൊട്ട് തന്നെ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കണ്ടിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും സെക്യൂരിറ്റി റീസൺസ് കൊണ്ട് ഹനുമാൻ ജയന്തിയുടെ പ്രൊസഷൻ ഇന്നലെ അനുവദിച്ചിരുന്നില്ല. അതുപോലെ ആ രീതിയിലുള്ള എല്ലാ പ്രൊസഷൻസും കഴിഞ്ഞ ദിവസങ്ങളിൽ ആയിട്ട് അനുവദിക്കുന്നില്ല. അത് സെക്യൂരിറ്റി റീസൺസ് കൊണ്ടാണ്. അത് കഴിഞ്ഞ 11-ാം തീയതി തൊട്ട് തന്നെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഡൽഹിയിലെ ബന്ദോബസ്തും കാര്യങ്ങളും എല്ലാം തന്നെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് എന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളോട് വരാൻ പറഞ്ഞത്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുൻ ചീഫ് സെക്രട്ടറി KM എബ്രഹാമിനെ രക്ഷിക്കാൻ വിജിലൻസ് ശ്രമിച്ചെന്ന് ഹൈക്കോടതി വിധിയിൽ വിമർശനം. കഴിഞ്ഞ ദിവസം എബ്രഹാമിനെതിരെ CBI അന്വേഷണത്തിന് ഉത്തരവിട്ട വിധിയുടെ വിശദാംശങ്ങൾ പുറത്തുവന്നപ്പോഴാണ് ഇക്കാര്യങ്ങൾ വ്യക്തമായത്. വസ്തുതകൾ അവതരിപ്പിക്കുന്നതിൽ വിജിലൻസ് അഭിഭാഷകന് വീഴ്ച പറ്റിയതായി വിധി പ്രസ്താവിക്കുമ്പോൾ തന്നെ കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. KM എബ്രഹാം 2015-ൽ ധനകാര്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്നപ്പോൾ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചെന്ന് ആരോപിച്ചായിരുന്നു ഹർജി. നിലവിൽ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും കിഫ്ബി CEOയുമാണ് KM എബ്രഹാം. സംസ്ഥാന വിജിലൻസ് KM എബ്രഹാമിനെതിരായ പരാതി അന്വേഷിച്ച് തള്ളിയിരുന്നു. ജേക്കബ് തോമസ് വിജിലൻസ് ഡയറക്ടറായിരിക്കെയാണ് അന്വേഷണം നടന്നത്. ഈ വിഷയം ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി വിജിലൻസിനെ രൂക്ഷമായി വിമർശിച്ചത്. KM എബ്രഹാമിന്റെ സ്വാധീനത്തിലായിരുന്നു പ്രാഥമിക അന്വേഷണം. 2014-15 കാലത്തെ സ്വത്ത് സമ്പാദനം അന്വേഷണത്തിൽ വിജിലൻസ് ഉൾപ്പെടുത്തിയിട്ടില്ലെന്നും കോടതി നിരീക്ഷിച്ചു. സ്വത്ത് സമ്പാദന കാലയളവ് ശരിയായി പരിശോധിക്കാൻ വിജിലൻസിനായില്ലെന്ന് കോടതി വ്യക്തമാക്കി. കടപ്പാക്കട ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ വരുമാനം അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണത്തിന് പണം കൈമാറിയതിലും അന്വേഷണം നടത്തിയില്ല. ഇക്കാര്യങ്ങൾ വിജിലൻസ് ഒഴിവാക്കാൻ പാടില്ലായിരുന്നുവെന്നും ഹൈക്കോടതി പറഞ്ഞു. വസ്തുതകൾ അവതരിപ്പിക്കുന്നതിൽ വിജിലൻസിന്റെ അഭിഭാഷകന് വീഴ്ച പറ്റിയെന്നും കോടതി ചൂണ്ടിക്കാട്ടി. അന്വേഷണവുമായി ബന്ധപ്പെട്ട് KM എബ്രഹാമിന്റെ വീട് അളന്നതും ചോദ്യം ചെയ്തതും വിവാദമായിരുന്നു. IASകാർ സമരത്തിലേക്ക് നീങ്ങാൻ കാരണവും ഈ അന്വേഷണമായിരുന്നു.
KM എബ്രഹാം 2015 ധനകാര്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്ന കാലഘട്ടത്തിൽ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചെന്ന് ചൂണ്ടിക്കാട്ടി ജോമോൻ പുത്തൻപുരയ്ക്കൽ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി വാദം പൂർത്തിയാക്കിയത്. ന്യൂസ് 18 കൊച്ചി. വഖഫ് ബില്ലിനെതിരായി ത്രിപുരയിൽ നടക്കുന്ന പ്രതിഷേധത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ 10ഓളം പോലീസുകാർക്ക് പരിക്ക്. ഉനാക്കോട്ടിയിലെ കൈലാഷഹറിൽ പ്രതിഷേധക്കാരും പോലീസും ഏറ്റുമുട്ടുകയായിരുന്നു. സംഘർഷമുണ്ടായ ബംഗാളിലെ മുർഷിദാബാദ് ജില്ലയിൽ അതീവ ജാഗ്രത തുടരുന്നു. പുതിയ അക്രമ സംഭവങ്ങൾ എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അക്രമവുമായി ബന്ധപ്പെട്ട് 12 പേർ കൂടി അറസ്റ്റിലായി. ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം 162ആയി. യുക്രൈനിലെ സുമി നഗരത്തിൽ റഷ്യ നടത്തിയ ആക്രമണത്തിൽ 5 കുട്ടികളടക്കം 21 പേർ കൊല്ലപ്പെട്ടു. ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ 34 പേർക്ക് പരിക്കേറ്റു. ഓശാന ഞായർ പ്രാർത്ഥനയ്ക്കായി പള്ളിയിൽ പോകുന്ന സാധാരണ ജനങ്ങൾക്ക് നേരെയാണ് റഷ്യൻ ആക്രമണമെന്ന് യുക്രൈൻ പറഞ്ഞു. ബാലിസ്റ്റിക് മിസൈലാണ് റഷ്യ ഉപയോഗിച്ചത്. കീവിലെ ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഗോഡൌണിൽ റഷ്യൻ മിസൈൽ പതിച്ചെന്ന് യുക്രൈൻ. ഇന്ത്യൻ വ്യവസായി രാജീവ് ഗുപ്തയുടെ ഉടമസ്ഥതയിലുള്ള കുസും ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഗോഡൌണിന് നേരെയാണ് റഷ്യ മനഃപൂർവ്വം ആക്രമണം നടത്തിയതെന്നാണ് യുക്രൈന്റെ ആരോപണം. ഇന്ത്യയുമായി സൗഹൃദം അവകാശപ്പെടുമ്പോഴും റഷ്യ ഇന്ത്യൻ സ്ഥാപനങ്ങളെ ലക്ഷ്യമിടുന്നു. പ്രായമായവർക്കും കുട്ടികൾക്കും വേണ്ടിയുള്ള ടൺ കണക്കിന് മരുന്നുകൾ കത്തിനശിച്ചെന്നും യുക്രൈൻ അറിയിച്ചു. സർക്കാർ മുൻ അഭിഭാഷകൻ PG മനുവിനെ കൊല്ലത്തെ വാടക വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. അതിജീവിതയെ പീഡിപ്പിച്ച കേസിൽ പ്രതിയായതിനെ തുടർന്ന് ഗവൺമെന്റ് സീനിയർ പ്ലീഡർ സ്ഥാനം രാജിവെച്ച മനുവിനെതിരെ മറ്റൊരു പീഡന പരാതി കൂടി അടുത്തിടെ വന്നിരുന്നു. കേസിന്റെ ആവശ്യങ്ങൾക്കായി കൊല്ലത്ത് താമസിച്ചിരുന്ന വാടക വീട്ടിലാണ് തൂങ്ങി മരിച്ച നിലയിൽ PG മനുവിനെ കണ്ടെത്തിയത്. എറണാകുളം പിറവം സ്വദേശിയാണ് മനു. മരണകാരണം പോലീസ് അന്വേഷിക്കുകയാണ്. 2018 പീഡനത്തിനിരയായ യുവതി പോലീസ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരമാണ് നിയമോപദേശത്തിനായി അഭിഭാഷകനായ PG മനുവിനെ സമീപിക്കുന്നത്. നിയമസഹായം നൽകാമെന്ന പേരിൽ യുവതിയെ മനുവിന്റെ കടവന്ത്രയിലെ ഓഫീസിൽ വിളിച്ചു വരുത്തി ബലമായി പീഡിപ്പിച്ചെന്നാണ് പരാതി. ഈ കേസിൽ ജാമ്യത്തിലിറങ്ങിയ ശേഷം ഇയാൾ പീഡിപ്പിച്ചതായി മറ്റൊരു യുവതിയും പരാതി നൽകി. ഭർത്താവിന്റെ ജാമ്യം റദ്ദാക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് പീഡിപ്പിച്ചെന്നായിരുന്നു പരാതി. മനു കുടുംബത്തോടൊപ്പം യുവതിയുടെ വീട്ടിലെത്തി മാപ്പ് പറയുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. വീണ്ടും കേസായാൽ ജയിലിൽ പോകേണ്ടി വരുമെന്ന് തിരിച്ചറിഞ്ഞാണ് യുവതിയുടെ വീട്ടിൽ കുടുംബസമേതമെത്തി മാപ്പ് പറഞ്ഞതെന്നാണ് സൂചന. ഇതിനിടയിലാണ് മനുവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മനു പ്രതിയായ പീഡനക്കേസിൽ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. ന്യൂസ് 18 കൊട്ടാരക്കര. കളമശ്ശേരി മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥിനി അമ്പിളി ആത്മഹത്യ ചെയ്തത് സഹപാഠികളുടെയും ഹോസ്റ്റൽ വാർഡന്റെയും മാനസിക പീഡനം മൂലമെന്ന് കുടുംബം. അമ്പിളി മനോരോഗിയാണെന്ന് വരുത്തി തീർക്കാൻ ആസൂത്രിതമായ ശ്രമം നടക്കുന്നതായും കുടുംബം ആരോപിക്കുന്നു. ഈ മാസം 5-നാണ് കാസർകോട് ഉദിനൂർ സ്വദേശിയായ PP അമ്പിളിയെ ഹോസ്റ്റലിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രാത്രി 11 മണിയോടെ മുറിയിലെത്തിയ സഹപാഠിയാണ് ഫാനിൽ തൂങ്ങി മരിച്ച നിലയിൽ അമ്പിളിയെ കണ്ടെത്തിയതെന്നാണ് കുടുംബത്തിന് ലഭിച്ച വിവരം. എന്നാൽ പുലർച്ചെ 2:12 വരെ അമ്പിളിയുടെ ഫോൺ ഉപയോഗത്തിലുണ്ടായിരുന്നതായി തെളിവുകളുണ്ടെന്ന് ബന്ധുക്കൾ പറയുന്നു. സമയം 11 മണിയാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത്. വാട്സപ്പിന്റെ ലാസ്റ്റ് സീൻ നമുക്ക് 2:15 വരേക്കും കാണിക്കുന്നുണ്ടായിരുന്നു. അതിനു മുന്നേ അമ്മയും ഒരു 7:30 അമ്മ വിളിച്ചിരുന്നു. അപ്പോഴും നല്ല രീതിയിൽ സംസാരിച്ച കുട്ടി എങ്ങനെയാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിയെന്ന് നമുക്കറിയില്ല. ഹോസ്റ്റൽ മുറിയിലെ സാധനങ്ങൾ സഹപാഠികൾ അമ്പിളിയുടെ ബാഗിനകത്ത് ഒളിപ്പിച്ചു വെക്കുകയും കാണാതായതായി പരാതി നൽകുകയും ചെയ്തിരുന്നെന്നും അമ്പിളിയുടെ കുടുംബം ആരോപിക്കുന്നു. അമ്പിളിയെ ഒറ്റപ്പെടുത്തി മാനസികമായി പീഡിപ്പിച്ചതായും പഠനം തടസ്സപ്പെടുത്തിയിരുന്നതായും ആരോപണമുണ്ട്. കോളേജ് പ്രൊഫസർ കൂടിയായ ഹോസ്റ്റൽ വാർഡൻ സഹപാഠികളുടെ ക്രൂരതയ്ക്ക് കൂട്ടുനിന്നതായും കുടുംബം പറയുന്നു. ഫെബി എന്ന് പറഞ്ഞ പെൺകുട്ടി നന്നായിട്ട് ഈ കുട്ടിയെ ടോർച്ചർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ വീട്ടിൽ സമയാസമയങ്ങളിൽ പറഞ്ഞിരുന്നെങ്കിലും അവൾ തന്നെ പറയുന്നു ഇത് പറയാൻ പാടില്ല, ഇത് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ അവിടെ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരും. കുട്ടിയുടെ മറ്റു കുട്ടികളുടെ സാധനം കാണുന്നില്ല എന്ന് പറഞ്ഞ് ഇവളുടെ പേരിൽ പരാതി കൊടുക്കുകയും അത് വാർഡൻ വന്ന് ഇവൾക്ക് എതിരെ സംസാരിക്കുകയും ഒരു തരത്തിലുള്ള സപ്പോർട്ടും ഹോസ്റ്റലിൽ വെച്ച് കുട്ടിക്ക് കിട്ടിയിരുന്നില്ല. കുട്ടിയുടെ ഇന്റേണൽ മാർക്ക് വരെ കൊടുക്കുന്നത് ഈ അവിടെയുള്ള വാർഡനാണ് ഈ പ്രശ്നത്തിന് ഒരു ഉത്തരവാദി. അമ്പിളി മനോരോഗിയായിരുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് നടക്കുന്നതെന്നും കുടുംബം ആരോപിച്ചു. മരണത്തിലെ ദുരൂഹത നീക്കാൻ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് അമ്മ PP ഗീത മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 തൃക്കരിപ്പൂർ. മാധ്യമപ്രവർത്തകൻ സിദ്ദിഖ് കാപ്പനെതിരെ അസാധാരണ നീക്കവുമായി പോലീസ്. രാത്രി 12 മണിക്ക് വീട്ടിലെത്തി പരിശോധന നടത്തുമെന്നായിരുന്നു പോലീസിന്റെ അറിയിപ്പ്. പരിശോധനയ്ക്ക് എത്തിയില്ലെങ്കിലും പോലീസ് നടപടി ദുരൂഹമാണെന്നും ഭയപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്നും സിദ്ദിഖ് കാപ്പൻ പ്രതികരിച്ചു. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് വേങ്ങര പോലീസ് സ്റ്റേഷനിലെ 2 ഉദ്യോഗസ്ഥർ സിദ്ദിഖ് കാപ്പന്റെ വീട്ടിലെത്തിയത്.
രാത്രി വീട്ടിലുണ്ടാകുമോ എന്ന് അന്വേഷിച്ച ഇവർ അർദ്ധരാത്രി 12 മണിയോടെ മലപ്പുറത്തു നിന്നും പോലീസ് എത്തുമെന്ന് സിദ്ദിഖ് കാപ്പനെ അറിയിക്കുകയായിരുന്നു. അസാധാരണ നീക്കത്തെക്കുറിച്ച് അന്വേഷിച്ചെങ്കിലും കൂടുതലൊന്നും പറയാൻ പോലീസ് തയ്യാറായില്ല. രാത്രി 2 മണിവരെ കാത്തിരുന്നെങ്കിലും പോലീസ് എത്തിയില്ല. എന്തിനു വേണ്ടിയാണ് അർദ്ധരാത്രിയിൽ പോലീസ് പരിശോധനയ്ക്ക് എത്തുന്നതെന്ന് വ്യക്തമല്ലെന്ന് സിദ്ദിഖ് കാപ്പൻ പറഞ്ഞു. താൻ ഒരു സ്ഥിരം കുറ്റവാളിയല്ല, പോലീസ് നീക്കം നിഗൂഢമാണെന്നും സിദ്ദിഖ് കാപ്പൻ പ്രതികരിച്ചു. സാധാരണ ചെക്കിംഗ് എന്നൊക്കെ പറയുമ്പോൾ അസാധാരണമായ സമയമാണല്ലോ, 12 മണിക്ക് ശേഷം നടക്കും. പ്രത്യേകിച്ച് ഒരു വീട്ടിൽ വന്നിട്ട് പ്രത്യേകമായ ഒരു സാഹചര്യം ഇല്ലാത്ത സമയത്ത് 12 മണിക്ക് ശേഷം ചെക്കിങ്ങിന് വരിക എന്ന് പറയുന്നത് ഞാനൊരു ഹാബിച്വൽ ഒഫൻഡറൊന്നുമല്ല. വീട്ടിൽ കുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്, ഇവരൊക്കെ ഉറക്കം ഒഴിച്ചിട്ട് ഈ പോലീസിനെ സ്വീകരിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു എന്താ പറയുക, ഒരു നിഗൂഢത ഉണ്ടാക്കുന്നത് പൊതുസമൂഹത്തിനിടയിലോ അല്ലെങ്കിൽ ആരെയോ ഭയപ്പെടുത്താനുള്ള ശ്രമം. പോലീസ് ആസ്ഥാനത്തു നിന്നും സാധാരണ ലഭിക്കുന്ന നിർദ്ദേശങ്ങളുടെ ഭാഗമായാണ് പരിശോധന നടത്താൻ തീരുമാനിച്ചതെന്നായിരുന്നു പോലീസിന്റെ വിശദീകരണം. സിദ്ദിഖ് കാപ്പൻ കേസിൽ ഉൾപ്പെട്ട ജാമ്യത്തിലുള്ള വ്യക്തിയാണ്. ഇത്തരം കേസുകളിൽ ഉൾപ്പെടുന്നവരുടെ പട്ടിക പോലീസിന്റെ പക്കലുണ്ട്. അതുപ്രകാരം നടത്തുന്ന പരിശോധനകളുടെ ഭാഗമായിരുന്നു അന്വേഷണമെന്നും പോലീസ് വിശദീകരിച്ചു. ഹത്രാസ് സംഭവം റിപ്പോർട്ട് ചെയ്യാൻ പോയതിന്റെ പേരിൽ UP പോലീസ് കേസെടുത്ത് ജയിലിലടച്ച മാധ്യമപ്രവർത്തകനാണ് സിദ്ദിഖ് കാപ്പൻ. ന്യൂസ് 18 മലപ്പുറം. മുനമ്പം പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കാൻ പുതിയ വഖഫ് നിയമത്തിനാകില്ലെന്ന് തുറന്നടിച്ച് കോട്ടപ്പുറം രൂപത. പുതിയ വഖഫ് നിയമത്തിൽ നെഗറ്റീവായ കാര്യങ്ങളുമുണ്ടെന്ന് മുനമ്പം ഉൾപ്പെടുന്ന കോട്ടപ്പുറം രൂപതയുടെ അധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ ആംബ്രോസ് പുത്തൻവീട്ടിൽ പ്രതികരിച്ചു. അമുസ്ലിങ്ങളെ ബോർഡിൽ ഉൾപ്പെടുത്തുന്ന വ്യവസ്ഥയടക്കം ഒട്ടും പോസിറ്റീവായ കാര്യമല്ല. നിയമത്തിൽ മറ്റെന്തെങ്കിലും ദുരുദ്ദേശങ്ങളുണ്ടോ എന്ന് വിശദമായി പഠിച്ചാലേ പറയാനാകൂ എന്നും ബിഷപ്പ് ആംബ്രോസ് Q18 പറഞ്ഞു. മുനമ്പം സമരത്തിന് എല്ലാ പരിഹാരവുമായി വഖഫ് നിയമ ഭേദഗതി ബില്ലോടെ എന്ന് ആവർത്തിച്ചു പറയുന്നു BJP നേതാക്കന്മാരെല്ലാവരും തന്നെ. അങ്ങനെ സഭ കരുതുന്നുണ്ടോ? കോട്ടപ്പുറം രൂപത അങ്ങനെ കരുതുന്നുണ്ടോ? സഭയും കോട്ടപ്പുറം രൂപതയും ഇത് പൂർണ്ണമായിട്ടും പരിഹരിച്ചതായിട്ട് കരുതുന്നില്ല. ശാശ്വത പരിഹാരം കാണണമെങ്കിൽ ഇത് കോടതിയിൽ നിന്നുള്ള വിധി വന്നിട്ട്, പ്രത്യേകിച്ച് വഖഫ് ബോർഡിൻ്റെ പേരിൽ ഇവരുടെ പേരുകൾ രജിസ്റ്ററിൽ കയറിയിട്ടുണ്ട്. ആ പേരുകൾ രജിസ്റ്ററിൽ മാറിക്കഴിഞ്ഞു റവന്യൂ അവകാശം പുനഃസ്ഥാപിച്ചാൽ മാത്രമേ ഇതിന് പ്രശ്നത്തിന് പരിഹാരമായി എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. ഈ അമെൻമെൻറ്റിൽ തന്നെ ചില പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്, ചില നെഗറ്റീവായിട്ടും. ഞാനിപ്പോൾ ഇത് വായിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമെൻമെൻറ്റിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടോ? നെഗറ്റീവായിട്ട് ഞാൻ കാണുന്നത് പ്രത്യേകിച്ച് ഒരു ബോർഡിൻ്റെ അകത്ത് മുസ്ലിങ്ങളല്ലാത്തവരെ ചേർക്കുക എന്നുള്ളത് അത് പോസിറ്റീവായിട്ട് ഞാൻ കാണുന്നില്ല. രണ്ടാമതായിട്ട് ഞാൻ കാണാത്തൊരു കാര്യം, പ്രത്യേകിച്ച് 5 വർഷം മുസ്ലിമായ ആളുകൾ ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത്. പിന്നെ വഖഫ് ആയിട്ട് ബുദ്ധിമുട്ടുള്ള ഒരുപാട് മുസ്ലിം സഹോദരങ്ങൾ ഇവിടെ മുനമ്പത്ത് വന്നിട്ടുണ്ടാകും. അവർ പറഞ്ഞു ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന്. അപ്പം ഒരുപാട് മക്കൾ ഇതിൻ്റെ പിന്നിൽ. പക്ഷേ അതെനിക്ക് തോന്നുന്നത് ഒരു എന്താ പറയുക, അതിൻ്റെ ഓർഡർ വിട്ടുപോയതുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ ഓർഡർ വരാൻ വേണ്ടിയാണ് ഈ അമെൻഡ്മെൻറ്റ് വന്നതെങ്കിൽ പോസിറ്റീവായിട്ട് കാണാം. മറ്റു ദുരുദ്ദേശങ്ങളുണ്ടെങ്കിൽ അതാണ് പറഞ്ഞത്, ഇതൊക്കെ പഠിക്കണമെന്നുള്ളതിൻ്റെ കാര്യം പറഞ്ഞത്. കാരണം ഇപ്പോൾ നമുക്കതിനു വേണ്ടി 6 മാസം ആഗസ്റ്റിൽ ചെയ്യേണ്ടിരുന്നത് 6 മാസം നീട്ടി കിട്ടിയപ്പോൾ എല്ലാ പാർട്ടികൾക്കും പഠിക്കാനായിട്ട് അവസരം ഉണ്ടായിരുന്നു. ഈ ബില്ലിൽ ദുരുദ്ദേശമുണ്ടോ ഇല്ലയോ എന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല. അത് പഠിക്കണം, അതാണോ നിലപാട്? ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. കാരണം വേറെ ഏതെങ്കിലും ഇതുണ്ടോ എന്ന് നമുക്കറിയില്ല. നമുക്ക് ഇപ്പോൾ ഇത്രയും ഈ ഭേദഗതിയിൽ വളരെ പ്രധാനമായിട്ട് നമുക്ക് പറ്റിയേക്കുന്നത് 2A ഒരു ക്ലോസാണ്. അതുമാണ് വ്യക്തമായിട്ട് നമുക്ക് തോന്നിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഇപ്പം പാർലമെൻറ്റിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ബില്ല് പാസ്സാകുമ്പോൾ നമ്മൾ വളരെ വ്യക്തമായിട്ട് ഓരോ പൗരനും അറിഞ്ഞിരിക്കേണ്ടതാണ്. പക്ഷെ നമ്മൾ ആരും പഠിക്കുന്നില്ല എന്നുള്ളതാണ്. വഖഫ് നടപടിക്രമങ്ങൾക്ക് കേരളം സ്റ്റേ വാങ്ങിയത് ട്രൈബ്യൂണലിനെ ഭയന്നാണ് എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സംഘപരിവാർ അജണ്ടയ്ക്ക് വഴിയൊരുക്കി കൊടുക്കുകയാണ് വഖഫ് മന്ത്രിയുടെ കൂടി അനുമതിയോട് കൂടിയാണ് കോടതിയിൽ നിന്നുള്ള സ്റ്റേ എന്നും VD സതീശൻ പറഞ്ഞു. SFIയെ പിരിച്ചുവിടണമെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പരാമർശത്തിൽ വിമർശനവുമായി മന്ത്രി P രാജീവ്. കൊലപാതകിയെ സ്വന്തം കുട്ടി എന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ച പ്രസ്ഥാനം ഏതാണെന്ന് രാജീവ് ചോദിച്ചു. കോൺഗ്രസ് എവിടെ എത്തി നിൽക്കുന്നുവെന്ന് ആലോചിക്കണമെന്നും മന്ത്രി പറഞ്ഞു.
കലാലയങ്ങളിലടക്കം കുട്ടികൾ ലഹരി വലയിൽ വീഴുന്നതായി ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ. ലഹരി ഉപയോഗത്തെ ലഘൂകരിക്കുന്ന സിനിമകൾ കുട്ടികൾക്ക് പ്രചോദനമാകുന്നു. സർക്കാർ മദ്യമൊഴുക്കി പ്രോത്സാഹനം നടത്തുകയാണ്. സിന്തറ്റിക് ഡ്രഗുകളിലേക്കല്ല, സിന്തറ്റിക് ട്രാക്കുകളിലേക്കാണ് കുട്ടികളെ വഴിതിരിച്ചു വിടേണ്ടതെന്നും ഓശാന ഞായർ പ്രാർത്ഥനാ ചടങ്ങിനിടെ ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ പറഞ്ഞു. കരുവന്നൂർ കേസിൽ തൃശൂർ ജില്ലയിൽ 100 കോടിക്കധികം നേടിയെന്ന ആരോപണത്തിൽ CPM സർക്കാരും മറുപടി പറയണമെന്ന് VD സതീശൻ. ലോക്കൽ കമ്മിറ്റി കോടികളുടെ ഇടപാട് നടത്തിയതായി വിവരങ്ങൾ പുറത്തുവരുന്നുവെന്നും ബിനോയ് വിശ്വം എത്ര ദിവസം നിലപാട് നിലനിർത്തുമെന്ന് കണ്ടറിയാമെന്നും VD സതീശൻ പറഞ്ഞു. മതരാഷ്ട്രം കൈകാര്യം ചെയ്യുന്നവർ പലതും തിരികെ കയറ്റാൻ ശ്രമിക്കുന്നതായി മന്ത്രി P രാജീവ്. BJP ഭരിക്കുന്ന പാലക്കാട് നഗരസഭയ്ക്ക് കീഴിലെ ബഡ് സ്കൂളിന് RSS നേതാവ് ഹെഡ്ഗേവാറിന്റെ പേര് നൽകിയതിലായിരുന്നു മന്ത്രിയുടെ വിമർശനം. കാസർഗോഡ് പെലിക്കോട് ശ്രീ രായമംഗലം ഭഗവതി ക്ഷേത്രത്തിൽ സ്ത്രീകളുടെ ഉൾപ്പെടെ 30 അംഗ സംഘം നാലമ്പലത്തിൽ പ്രവേശിച്ചു. സംഘം ശ്രീകോവിലിന് മുന്നിൽ നിന്ന് പ്രാർത്ഥന നടത്തി. രായമംഗലം ക്ഷേത്രത്തിലെ പ്രവേശന വിലക്കിനെക്കുറിച്ച് നേരത്തെ ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്തിരുന്നു. നാലമ്പലത്തിനുള്ളിൽ സഹസ്രാബ്ദങ്ങളായി ഭക്തജന പ്രവേശനമില്ലാത്ത പിലിക്കോട് ശ്രീ രായമംഗലം ഭഗവതി ക്ഷേത്രത്തിലാണ് മേടസംക്രമ ദിനമായ ഞായറാഴ്ച രാവിലെ 8 മണിക്ക് സ്ത്രീകൾ ഉൾപ്പെടെ 30 അംഗ സംഘം നാലമ്പലം കടന്ന് ദേവിയെ പ്രാർത്ഥിച്ചത്. പ്രാർത്ഥനയ്ക്ക് ശേഷം ശ്രീകോവിലിന് മുന്നിലെത്തിയ പിലിക്കോട് നിനവ് പുരുഷ സ്വയം സഹായ സംഘത്തിൽപ്പെട്ട ഇവർ നാലമ്പല പ്രവേശന പ്രഖ്യാപനം നടത്തുകയും ചെയ്തു. തുടർ ദിവസങ്ങളിൽ മുഴുവൻ ഭക്തജനങ്ങളോടും നാലമ്പല പ്രവേശനത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. 1000 വർഷത്തിലേറെ പഴക്കമുണ്ടെന്ന് കരുതുന്ന ക്ഷേത്രത്തിൽ പൂർവാചാര പ്രകാരമാണ് ക്ഷേത്ര ദർശനവും ആചാരാനുഷ്ഠാനങ്ങളും തുടരുന്നതെന്ന് ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ രവീന്ദ്രൻ പറഞ്ഞു. ക്ഷേത്രത്തിലെ എല്ലാ ആചാരങ്ങളും കർമ്മങ്ങളും തന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് നടക്കുന്നത്. നാലമ്പലത്തിനും ശ്രീകോവിലിനും ഇടയ്ക്കുള്ള പാട്ടുകൂടിനുള്ളിലൂടെ തന്ത്രിക്കല്ലാതെ മറ്റാർക്കും പ്രവേശനമില്ലാത്തതാണ്. നിരവധി സങ്കീർണമായ ചടങ്ങുകൾ ഈ വഴിയിലാണ് നടക്കുന്നതെന്നാണ് പണ്ട് മുതലേ വിശ്വാസികൾ കരുതുന്നത്. നാലമ്പലത്തിലേക്ക് പ്രവേശിച്ചവർ നേരത്തെ തന്നെ ഈ ആവശ്യം ഉന്നയിച്ചെങ്കിലും ക്ഷേത്രാനുഷ്ഠാന പ്രകാരം അത് അനുവദിക്കാനാവില്ലെന്ന് തന്ത്രി അവരെ അറിയിച്ചിരുന്നെന്ന് എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. തന്ത്രിയുടെ നിർദ്ദേശമനുസരിച്ച് തുടർ നടപടികൾ സ്വീകരിക്കാനാണ് കമ്മിറ്റിയുടെ തീരുമാനം. ന്യൂസ് 18 കാസർഗോഡ്. IPL വാർത്തകൾ. IPLൽ രാജസ്ഥാനെതിരെ 174 റൺസ് വിജയലക്ഷ്യം പിന്തുടരുന്ന റോയൽ ചലഞ്ചേഴ്സ് ശക്തമായ നിലയിൽ. ഒരു വിക്കറ്റിന് 125 റൺസ് എന്ന നിലയിലാണ് RCB. ആദ്യം ബാറ്റ് ചെയ്ത രാജസ്ഥാൻ 4 വിക്കറ്റ് നഷ്ടത്തിലാണ് 173 റൺസ് എടുത്തത്. 75 റൺസ് എടുത്ത യശസ്വി ജയ്സ്വാളിന്റെ മികവിലാണ് രാജസ്ഥാൻ മികച്ച സ്കോറിലേക്ക് എത്തിയത്. ധ്രുവ് ജുറേൽ 35 റൺസെടുത്ത് പുറത്താകാതെ നിന്നു. റിയാൻ പരാഗ് 30 റൺസെടുത്തും സഞ്ജു സാംസൺ 15 റൺസിനും പുറത്തായി. മറുപടി ബാറ്റിംഗിൽ ബംഗളൂരു വിക്കറ്റ് നഷ്ടത്തിൽ KUWJ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച കേസരി SL ഷാം ക്രിക്കറ്റ് ടൂർണമെന്റിൽ ന്യൂസ് 18 കേരളം ചാമ്പ്യന്മാർ. ഫൈനലിൽ മാതൃഭൂമി ന്യൂസിനെ 6 വിക്കറ്റിനാണ് ന്യൂസ് 18 കേരളം തോൽപ്പിച്ചത്. 47 റൺസിന് ഓൾ ഔട്ടായ മാതൃഭൂമി ന്യൂസിനെ 6.3 ഓവറിൽ ന്യൂസ് 18 മറികടന്നു. ന്യൂസ് 18ന്റെ നന്ദകുമാറാണ് കളിയിലെ താരം. സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 8,770 രൂപ, പവന് 70,160 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 7,260 രൂപ, പവന് 58,080 രൂപ. വെള്ളി ഗ്രാമിന് 107 രൂപ, കിലോയ്ക്ക് 1,07,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. ലൈവ് at 6 പൂർണ്ണമാകുന്നു. നമസ്കാരം.